നമ്മ എവിടെ പോണേണ്? ഏ പറ. മലയാറ്റൂര് എന്തിനാ പോണ? മലയിൽ കയറാൻ. അവിടെ ആരാ ഉള്ളത്? എല്ലാരും തോമസ് ലീഹ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പോൾ ആമിക്കുട്ടിയുടെ വർത്താനത്തിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല നമ്മൾ എങ്ങോട്ടേക്കാണ് പോണേന്ന്. നമ്മൾ മലയാറ്റൂർ പോണേണേ. അപ്പോൾ ഒരു 9:30 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. 9 മണിയാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ നടന്നില്ല, അരമണിക്കൂർ വൈകിപ്പോയി എല്ലാവരും റെഡിയായൊക്കെ വന്നപ്പോഴത്തേക്കും. അങ്ങനെ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ 4 പേര് മാത്രമായിട്ടാണ് പോണത്. അപ്പം വന്നില്ല ചേട്ടനപ്പം നേരത്തെ ഞങ്ങളിൽ മുമ്പ് റെഡി ആയിട്ട് വണ്ടി എടുക്കാൻ വേണ്ടി പോയേക്കണേണ്. അപ്പോൾ നമ്മളൊരു കുഞ്ഞ് വണ്ടിയൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ തന്നെയാണ് വണ്ടി ഓടിക്കണത്. ആ നേരം കൊണ്ട് ഞങ്ങളും റെഡിയായി. ഒരു 7:30 മണിയൊക്കെ ആയപ്പോഴത്തേക്കും തന്നെ ഞങ്ങൾ രാത്രിത്തെ ഫുഡ് കഴിച്ചു കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും വേഗം പോയി ഞങ്ങളെല്ലാവരും കുളിച്ച് നമ്മൾ റെഡിയായി നിൽക്കണേണേ. അപ്പോൾ എൻ്റെ മുടി വെട്ടി കേട്ടോ. അതാണ് ഈ ഇത്തിരി കൂടെ ഷോർട്ടായേക്കണത്. ഞാൻ ആൻറ്റിനെ കൊണ്ട് കുറച്ചും കൂടെ കയറ്റി ഒന്ന് വെട്ടിച്ചിട്ടുണ്ടായിരുന്നു മുടി. അതുകൊണ്ട് ഞാൻ അഴിച്ചിട്ടിട്ടാണ് പോണത്. നനഞ്ഞിരിക്കണേണ്. അപ്പോൾ പോണ വഴി മുടി ഉണങ്ങുമല്ലോ, എന്നിട്ട് അവിടെ ചെന്നിട്ട് കെട്ടി വയ്ക്കാമെന്ന് കരുതി. ആമി മലയാറ്റൂർ എന്നൊക്കെ പറഞ്ഞെങ്കിൽ ആമിക്ക് മലയാറ്റൂർ എന്താണെന്ന് പോലും അറിയാൻ പാടില്ല കേട്ടോ. ആൾ ആദ്യമായിട്ട് പറഞ്ഞേണേ. കയറുമോയെന്ന് ദൈവത്തിന് മാത്രം അറിയാം എന്നും പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് ഞങ്ങൾ പോയത്. പിന്നീട് സംഭവിച്ചതൊക്കെ ഞാൻ വഴിയെ പറയാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീടൊക്കെ പൂട്ടി ഇത് ഇറങ്ങണേണേ. അപ്പോൾ ചേട്ടൻ റോട്ടിൽ വന്ന് കാത്തു നിൽപ്പുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മളൊരു 10-13 പേരുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു 3-4 വർഷമായിട്ട് ഞാനും ചേട്ടനും മാത്രം കേട്ടോ 2 വീലറിന് പോയിട്ട്. നമ്മൾ രാത്രി പോയിട്ട് ഒരു 4 മണി പാകത്തിന് നമ്മൾ മല കയറി ഇറങ്ങി തിരിച്ച് വീട്ടിലെത്തും കേട്ടോ. അവിടെ തങ്ങാനൊന്നും നിൽക്കില്ല, പെട്ടെന്ന് പോയി മലയും കയറി പ്രാർത്ഥിച്ചേച്ചും നമ്മൾ ഇറങ്ങി വരികയാണ് ചെയ്യാറ്. അപ്പോൾ ഈ പ്രാവശ്യമാണ് ഞങ്ങളെല്ലാവരും കൂടെ പോണത് കേട്ടോ. അപ്പോൾ അതിൻ്റെതായ ഒരു സന്തോഷമൊക്കെ എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ മലയാറ്റൂരിലേക്കുള്ള യാത്ര തുടങ്ങിയിട്ടുണ്ട്. നമുക്കിവിടെ നിന്ന് ഒരു 1.5 മണിക്കൂറത്തെ ഓട്ടം ഉണ്ട് കേട്ടോ. ചേട്ടന് നല്ല ക്ഷീണമുള്ളത് കൊണ്ടിട്ടേ ചേട്ടൻ മലയൊന്നും കയറുന്നില്ല കേട്ടോ. കാരണം നമ്മൾ ആദ്യം ശനിയാഴ്ച പോകാമെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മറ്റ് പല കാരണങ്ങളാൽ നമ്മളത് മാറ്റി ഞായറാഴ്ചത്തേക്കാക്കി. അപ്പോൾ ശനിയാഴ്ച ചേട്ടനൊരു ഓട്ടം വന്നു കേട്ടോ തിരുവനന്തപുരത്തേക്ക്. അതും രാത്രിയായിരുന്നു ഓട്ടം. പിറ്റേ ദിവസം അതായത് ഞായറാഴ്ച രാവിലെയാണ് ചേട്ടൻ എത്തിയത്. അപ്പോൾ ആ ഒരു ദിവസം ശനിയാഴ്ച രാത്രി മൊത്തം ഉറക്കം നിന്നതിൻ്റെ ക്ഷീണമുണ്ട്. പിന്നെ പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും നമ്മൾ ഞായറാഴ്ച പോകാമെന്നും തീരുമാനിച്ചല്ലോ. അപ്പോൾ അത് പിന്നെ എല്ലാവരോടും പറഞ്ഞു പോയതുകൊണ്ട് ഇത് മാറ്റി വയ്ക്കാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ചേട്ടൻ പറഞ്ഞു എന്തായാലും നമ്മൾ പോകാമെന്ന് തീരുമാനിച്ചതല്ലേ, പോകാം, പക്ഷേ ഞാൻ മല കയറില്ല, ഞാൻ വണ്ടിയിൽ തന്നെ ഇരുന്നോളാം. പിന്നീട് മലയാറ്റൂർ ട്രിപ്പ് വരുമ്പോഴത്തേക്കും ഞാൻ ഒറ്റയ്ക്ക് കയറിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം മലയാറ്റൂർ ഇഷ്ടംപോലെ ഓട്ടം വരാറുണ്ട് ചേട്ടന്. ഇന്നും ഇപ്പോൾ ചേട്ടൻ രാവിലെ തന്നെ ഒരു ഓട്ടം പോയിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ മല കയറുമായിരിക്കും. കാരണം നമ്മൾ ഇന്നലെ ശനിയാഴ്ച പോയച്ചും ഞായറാഴ്ച വെളുപ്പിന് വന്ന് ഇന്ന് തിങ്കളാഴ്ച രാവിലെ ചേട്ടനൊരു 5:30 മണിക്കൊരു ഓട്ടം ഉണ്ട്. അപ്പോൾ പോകുമ്പോഴത്തേക്കും കയറുമായിരിക്കും. ഞാനും പിന്നെ വലിയ കാര്യത്തിൽ നിർബന്ധിക്കാൻ നിന്നില്ല കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറക്കം നിന്നേച്ചും മല കയറി ഇറങ്ങണത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാനും അങ്ങോട്ട് നിർബന്ധം പിടിച്ചില്ല. പക്ഷെ ചെറിയൊരു വിഷമം ഉണ്ടായിട്ട് എനിക്ക് മല കയറിയപ്പോഴത്തേക്കും ചേട്ടൻ കൂടെ ഇല്ലാഞ്ഞത് കൊണ്ടിട്ട്. അങ്ങനെ നമ്മളൊരു 11:15 ആയപ്പോഴത്തേക്കും മലയാറ്റൂർ എത്തിയിട്ടുണ്ട്. അവിടെ എത്തിയതിന് ശേഷം പിന്നെ വണ്ടി പാർക്ക് ചെയ്യണമല്ലോ. വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ദൈവമേ 1.5 മണിക്കൂർ, കൃത്യം 1.5 മണിക്കൂർ എടുത്ത് കേട്ടോ. ബ്ലോക്കിൽ ഞങ്ങൾ വെറുതെ പെട്ടുപോയി. വണ്ടിയാണെങ്കിൽ നീങ്ങണ പോലുമില്ല, അത്രയും തിരക്കായിരുന്നു. ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകൊണ്ട് പിന്നെ മല കയറി ഇറങ്ങുന്ന ആൾക്കാർ ഒരു വശത്ത് കൂടെ പോകുന്നു. എൻ്റെ ദൈവമേ ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു. ഓശാന ഞായറാഴ്ച ആയതുകൊണ്ടിട്ടായിരിക്കും ഇത്രയും തിരക്കായത്. ഒന്നാമത് ഞാൻ ഇത്രയും ഒരാഴ്ചക്ക് മുമ്പ് താഴ്ച ആ ഒരു സമയത്ത് തിരക്കുണ്ടാവില്ല. പാർക്ക് ചെയ്തിട്ട് ആ റോഡിൻ്റെ ആൾക്കാർക്ക് ഞങ്ങളെ നിർത്തിയിട്ട് ചേട്ടൻ പാർക്ക് ചെയ്യാൻ വേണ്ടി പോകും. ഞങ്ങൾ നടന്ന് നമ്മുടെ തോമാസ് ലീഹയുടെ 1-ാം സ്ഥലം തുടങ്ങി 14-ാം സ്ഥലം വരെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മല കയറാൻ വേണ്ടിയിട്ടുള്ള നടത്തം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണാൻ പറ്റും എന്തോരം തിരക്കുണ്ടെന്ന്. ആമിക്കുട്ടി മല കയറുമോ ഇല്ലയോ എന്നുള്ളൊരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചേട്ടനും കൂടെ ഇല്ല. പിന്നെ ആൻറ്റിമാരും അങ്കിൾമാരും അനിയന്മാരും ചേട്ടന്മാരും ഒക്കെ എല്ലാവരും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും എനിക്കെന്തോ ഒരു ഉള്ളിൽ ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. എന്നാലും നമ്മൾ മല കയറാൻ വേണ്ടി വന്നതല്ലേ. അങ്ങനെ ഞങ്ങൾ മല കയറാൻ വേണ്ടിയിട്ടുള്ള തുടക്കത്തിലാണേ.
അങ്ങനെ ദേ കുറുനാപ്പികളൊക്കെ മല കയറാൻ വേണ്ടി നടന്ന് പോണതാണ് കേട്ടോ. അപ്പോൾ അവൻ എൻ്റെ അനിയത്തിയുടെ മോനാണ് കേട്ടോ, കിച്ചു എന്നാണേ പേര്. അങ്ങനെ ഞങ്ങളിതേ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ. ആദ്യം നമ്മൾ തോമാസ് ലീഹാനെ തൊട്ട് മുത്തി അവിടെ കുറച്ച് നേരം പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് നമ്മൾ മല കയറാൻ വേണ്ടി തുടങ്ങുന്നത്. ഒരു 1:45 കേട്ടോ ഞങ്ങൾ മല കയറാൻ വേണ്ടി തുടങ്ങിയപ്പോഴത്തേക്കും. കറക്റ്റ് സമയമൊക്കെ നോക്കിയിട്ടാണ് ഞങ്ങൾ എത്ര നേരം കൊണ്ട് കയറി ഇറങ്ങും എന്നുള്ള ഒരു ഇതിൽ വേണ്ടിയിട്ട് ഞങ്ങൾ സമയമൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1:45 മല കയറാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ 14 സ്ഥലം വരെ ഉണ്ട് അല്ല നമ്മുടെ കുരിശിൻ്റെ വഴി. അത് 1-ാം സ്ഥലത്ത് കുരിശിൻ്റെ വഴി ചൊല്ലിക്കൊണ്ടൊക്കെയാണ് കേട്ടോ ഓരോരുത്തർ കയറുന്നത്. അങ്ങനെ നമ്മൾ 1-ാം സ്ഥലത്തോട്ട് എത്തിപ്പെടാനായിട്ട് കുറച്ച് ദൂരമുണ്ട്. ബാക്കി 13 സ്ഥലങ്ങളും ഇങ്ങനെ അടുത്തടുത്തായിട്ടാണ്. 1-ാം സ്ഥലത്തോട്ട് കയറാനായിട്ട് ഒരു ഇച്ചിരി ദൂരമാണ്. അങ്ങനെ 1-ാം സ്ഥലം എത്തി ഒരു 1/4 ഭാഗം എത്തിയപ്പോഴത്തേക്കും ആമിക്കുട്ടി ഒരു വർത്തമാനം, അമ്മ എനിക്കിനി കയറാൻ പറ്റൂല, ഉറക്കം വന്നെന്ന്. എൻ്റെ പൊന്നെ, അപ്പം തന്നെ ഞാൻ താളന്ന്. പിന്നെ ഞാനൊരു ഇച്ചിരി എടുത്തുകൊണ്ട് കയറാൻ നോക്കിയിട്ടാ. എപ്പോഴാ നമുക്ക് പറ്റൂല അല്ല. കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് എടുത്തുകൊണ്ട് കയറ്റാം. ആമിക്കുട്ടി ഇച്ചിരി വലുതല്ലേ, അപ്പോൾ നമുക്ക് എടുത്തുകൊണ്ട് കയറാൻ വേണ്ടിയിട്ടുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി. അതുപോലെ നമ്മൾ തന്നെ ഒരു കണക്കിനായിരിക്കും കയറണത്. അപ്പോൾ പിള്ളേരൊക്കെ എടുത്ത് എളിയിലിരുത്തി കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ പിന്നെ ചേട്ടനെ വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്കും ചേട്ടൻ പറഞ്ഞു അന്ന് ഇങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാനും ആമിയും എൻ്റെ അങ്കിൾ അപ്പൻ്റെ അനിയനും എൻ്റെ അനിയത്തിൻ്റെ ഭർത്താവും കൂടെ ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങിപ്പോന്ന്. താഴെ ഇറങ്ങി വന്നപ്പോഴത്തേക്കും താഴെ ഇറങ്ങി ആമീനെ കൊണ്ടുവന്ന് ചേട്ടൻ്റെ അടുത്ത് ആക്കിയപ്പോഴത്തേക്കും അടുത്ത പണി. ചേട്ടൻ അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്കും അവിടെ മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു നല്ലതുപോലെ. അപ്പോൾ ഇങ്ങനെ ചെളിഞ്ഞ് കിടക്കണമായിരുന്നു കൽപ്പൊടിയൊക്കെ. അപ്പോൾ വണ്ടി അവിടെ താന്നു പോയി. ചേട്ടൻ അവിടെ കിടന്ന് കുത്തറ കാര്യം ഞങ്ങൾക്കറിയാം. അപ്പോൾ ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞില്ല കേട്ടാ വണ്ടി താന്നു പോയെന്നേ. ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്ക് വണ്ടി താന്നിട്ട് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്ത ഭാഗം. അങ്ങനെ പിന്നെ അനിയത്തിയുടെ ഭർത്താവ് ഉണ്ടായിരുന്നല്ലോ, പിന്നെ അതുപോലെ തന്നെ അങ്കിളും കൂടെ പോയി വണ്ടിയൊക്കെ തള്ളി. അപ്പോൾ അവിടെ കുറച്ച് ആളുകളൊക്കെ നിന്നേച്ച് അവരെയൊക്കെ വിളിച്ച് വണ്ടി തള്ളി നോക്കാൻ നോക്കിയിട്ട് വണ്ടി അവിടെ നിന്ന് അനങ്ങുന്നില്ല. അങ്ങനെ ഒരു കണക്കിന് കുറേ നേരമൊക്കെ ശ്രമിച്ചിട്ടും പറ്റണില്ല. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, അപ്പോൾ നോക്കിയപ്പോഴത്തേക്കും കുറേ സമയമായി കേട്ടോ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു നിങ്ങൾ പൊയ്ക്കോ, തൊട്ടടുത്ത് ഇങ്ങനെ വണ്ടി ഇങ്ങനെ പറ്റ നിൽക്കണോണ്ടേ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയെ. അപ്പോൾ നിങ്ങൾ പോയി വരുമ്പോഴത്തേക്കും ചിലപ്പോൾ അപ്പുറത്തുള്ള വണ്ടികളൊക്കെ പോകുമ്പോൾ എനിക്ക് വണ്ടി തിരിച്ചെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞ്, വളച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ പൊയ്ക്കോ, വണ്ടി ഇപ്പോൾ ഇവിടെ തന്നെ കിടക്കട്ടെ, ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ അവിടെ നിന്ന് അനങ്ങണില്ലല്ലോ, തള്ളിയിട്ട് നീങ്ങണില്ല. അപ്പോൾ ചേട്ടൻ പറഞ്ഞ് ഞങ്ങളിവിടെ ഇരുന്നോളാം, നിങ്ങൾ പൊയ്ക്കോ, വരുമ്പോഴത്തേക്കും നമുക്ക് വണ്ടി തിരിച്ചിടാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ജോബി ചേട്ടനും നമ്മുടെ അപ്പൻ്റെ അനിയനും അങ്കിളും കൂടെ ഞങ്ങൾ നടന്ന് പിന്നെയും ആമിക്കുട്ടീനെ ചേട്ടൻ്റെ അടുത്ത് ആക്കിയിട്ട് മല കയറാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ 2-ാം പ്രാവശ്യമായിട്ട് 1-ാം സ്ഥലത്തോട്ട് കയറണത്. അങ്ങനെ ഞങ്ങൾ ഇരുന്നൊക്കെയാണ് കേട്ടോ മല കയറിയത്. കാരണം കിച്ചാപ്പി ഉണ്ടല്ലോ, അതായത് അനിയത്തിയുടെ മോനും ഉണ്ടല്ലോ, അപ്പോൾ അവനും ചെറുതാണ്. അവൻ കുറേയൊക്കെ നടന്ന് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ആമിക്കുട്ടിനെ വെച്ച് നോക്കുമ്പോൾ അവൻ നല്ല ബെറ്ററാണ്. അവൻ കുഞ്ഞാണെങ്കിലും അവൻ ഒരുപാട് സമയം നടന്ന്, പിന്നീട് കൊച്ചാണല്ലോ, അവൻ്റെ കാലൊക്കെ കഴിച്ചപ്പോഴത്തേക്കും അവളെടുക്കുകയൊക്കെ ചെയ്തു കേട്ടോ. നമ്മളാരും എടുത്ത് അവൻ വരികയുമില്ല. അവൻ അപ്പൻ്റെ അമ്മയുടെ അടുത്ത് അല്ലാണ്ട് വേറെ ആരും എടുത്തിട്ട് വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ 14-ാം സ്ഥലം കയറി മലയുടെ മുകളിലെത്തി. നമ്മളവിടെ പ്രാർത്ഥിച്ച് തോമാസ് ലീഹയുടെ രൂപം മുത്തി, പിന്നെ ആന കുത്തിയ പള്ളിയൊക്കെ കണ്ട് അതിനുശേഷം ഇത് തോമാസ് ലീഹയുടെ കാൽപാദമാണ് കേട്ടോ. അവിടെയൊക്കെ നമ്മൾ തൊട്ടുമുത്തിയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത ശേഷം നേർച്ചയൊക്കെ എടുത്ത് ആ മലയുടെ മുകളിൽ ആ പാറപ്പുറമാണല്ലോ, പാറയുടെ പുറത്ത് ഞങ്ങൾ കുറച്ചധികം സമയം ഞങ്ങൾ അവിടെ ഇരുന്ന് വെച്ച് കേട്ടോ. പിന്നെ കിടക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ കുറേ നേരമായപ്പോഴത്തേക്ക് ഞങ്ങൾ മല ഇറങ്ങാനായിട്ട് തുടങ്ങി. ഒരു 5 മണി 4:45 ഇതുകൊണ്ടൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ മല ഇറങ്ങാൻ വേണ്ടി തുടങ്ങി കേട്ടോ. ഞങ്ങൾ മല ഇറങ്ങുന്ന സമയത്തും ആളുകൾ ഇങ്ങനെ കയറി വരുന്ന കണ്ട ഒരുപാട് ആളുകൾ. ഞാൻ ഇതുവരെയായിട്ട് ഇത്രയും ജനത്തിനെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, അത്രയും തിരക്കായിരുന്നേ. അങ്ങനെ നമ്മൾ 5:30 മണിയൊക്കെ ആയപ്പോഴത്തേക്കും മല ഇറങ്ങി താഴെ വന്ന് പിന്നെ ഉടനെ തന്നെ നമ്മൾ ആറാട്ടുകടവ് അത് തന്നെ ആ ഒരു സ്ഥലത്തേക്ക് കുളിക്കാൻ വേണ്ടി വന്നു കേട്ടോ. അപ്പോൾ നോക്കിയപ്പോഴത്തേക്കും വലിയ കാട്ടൊരു തേരട്ട. ഞാൻ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ കാട്ട തേരട്ടനെ ഞാൻ നേരിട്ട് കാണുന്നത് കേട്ടോ. അങ്ങനെ അവിടെ വന്നപ്പോഴത്തേക്കും കുറേ ആണുങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഇറങ്ങാൻ വേണ്ടി മടിയായി കേട്ടോ, പെണ്ണുങ്ങളൊന്നുമില്ല. അപ്പോൾ ചേട്ടൻ ഇതിന് മുൻപ് ട്രിപ്പ് വന്നപ്പോഴത്തേക്കും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ആൾക്കാരെ കുളിക്കാനായിട്ടൊക്കെ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഇവിടെ കൊണ്ടുവന്നത്, നല്ല സ്ഥലമാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടുത്തെ അത്രയും തിരക്കുണ്ടാവില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ ആണുങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾക്കൊരു മടിയായി. അങ്ങനെ പിന്നെ ഞങ്ങൾ വീണ്ടും തിരിച്ച് അടിവാരത്തേക്ക് പോയി കേട്ടോ, നമ്മുടെ പള്ളിയുടെ അവിടെ തന്നെ.
കുറേ നേരം ഞങ്ങൾ ഇവിടെ നിന്ന് നല്ല കാഴ്ചകളൊക്കെ കണ്ട് നല്ല മരങ്ങളും നല്ല അന്തരീക്ഷമാട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ ഒരു കുഞ്ഞു തോടിൻ്റെ അവിടെയൊക്കെ ഞങ്ങൾ നോക്കി നിന്ന് അതിലൊക്കെ മീനുകളും കാര്യങ്ങളൊക്കെ ഓടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. എല്ലാ വർഷവും മല കയറി ഇറങ്ങുമ്പോഴത്തേക്കും വിചാരിക്കും കേട്ടോ, അടുത്ത പ്രാവശ്യം വരണ്ട വയ്യ എന്നൊക്കെ വിചാരിക്കും. മുട്ടുകാലൊക്കെ നല്ല വേദനയായിരിക്കും കേട്ടോ. അപ്പോൾ ഓർക്കും, അയ്യോ എന്തോരം പ്രായമായ ആൾക്കാരൊക്കെയാണെന്നറിയാമോ, പ്രായമായ അപ്പൂപ്പനും അമ്മൂമ്മമാരൊക്കെ മല കയറാൻ വേണ്ടി വരുമ്പോൾ വിചാരിക്കും, നമ്മുടെ വേദനയൊക്കെ വേദനയാണ്, അവർ ഇത്രയും പ്രായമായിട്ടും മല കയറി ഇറങ്ങുന്നില്ലേ എന്ന്. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും കേട്ടോ, ഇനി അടുത്ത പ്രാവശ്യം വരണ്ട വയ്യ എന്നൊക്കെ. എങ്കിലും നമ്മൾ അടുത്ത പ്രാവശ്യം എങ്ങനെ വന്നാലും ഇവിടെ എത്തിപ്പെടും കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ അടിവാരത്ത് വന്ന് കുളിക്കാനായിട്ട് വന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഓരോ ജോഡി ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നല്ലേ, കുളിക്കാം എന്നുള്ള ഉദ്ദേശത്തോടും കൂടി തന്നെയാണ് കേട്ടോ ഡ്രസ്സൊക്കെ എടുത്തേച്ച് പോകുന്നത്. അങ്ങനെ ഇവിടെ നിന്ന് കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഇനി വീട്ടിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ചേട്ടനും അങ്കിളും ജോബി ചേട്ടനൊക്കെ ഒന്നും ഇറങ്ങിയില്ല. ഞാനും ആൻറ്റിമാരും നമ്മുടെ അനിയന്മാരും അനിയത്തിയും കുറുനാപ്പികളൊക്കെ കൂടെ ഇറങ്ങി വെള്ളത്തിൽ കുളിക്കുകയൊക്കെ ചെയ്ത് ഡ്രസ്സൊക്കെ മാറി അവിടെ നിന്ന് പിന്നെ ഓരോ ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ് മലയാറ്റൂരില്ല ഇവിടം കൊണ്ട് അവസാനിക്കാനാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ കേട്ടോ.